ഇവർ ജനാധിപത്യത്തിൻ്റെ ആളുകളല്ല, ഇവർ കടുംപിടുത്തം ഒക്കെയാണ്, അരാജകവാദികളാണ്, ഇങ്ങനെയൊക്കെ പല വാക്കുകളും. അപ്പം എന്തുകൊണ്ടാണ് ചർച്ചകളിൽ ഇരിക്കുന്നത് എന്ന് സമരം തുടങ്ങുന്ന ആദ്യത്തെ ദിവസം തന്നെ നമ്മൾ പത്രങ്ങളിലൂടെ ആളുകൾ അറിയിച്ചിട്ടുണ്ട്, ബന്ധപ്പെട്ട ആളുകൾ അറിയിച്ചിട്ടുണ്ട്. ലോകം മനസ്സിലാക്കിയ കാര്യമാണ്. പക്ഷെ ഇവർ ഇതുവരെ അത് മനസ്സിലാവാത്ത രൂപത്തിൽ വീണ്ടും പഴയ കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പഴയ മധ്യസ്ഥന്മാർ വീണ്ടും രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നു. 99 മെയ് മാസം മുതലാണ് പൊതുജനാരോഗ്യ സംരക്ഷണ സമിതിയും മുനിസിപ്പാലിറ്റിയുമായി കരാറുകൾ ഉണ്ടാക്കാൻ തുടങ്ങിയത്. നിരവധി കരാറുകൾ. ആ കരാറുകളിലൊക്കെ പറഞ്ഞാൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇനം പുന്നോൽ പെട്ടിപ്പാലത്ത് നിന്ന് 6 മാസങ്ങൾ കൊണ്ട്, ആ ഡേറ്റ് മുതൽ 6 മാസങ്ങൾ കൊണ്ട് മാലിന്യം തള്ളൽ പൂർണ്ണമായി നിർത്തും എന്ന് ഓരോ കരാറിലും എഴുതി തന്നിട്ടുണ്ട്. അതിൽ ഒരു കരാറിൽ നിങ്ങൾക്കറിയാവുന്നതുപോലെ പുഞ്ചയിൽ നിന്നാണോ മുഖ്യമന്ത്രിയുടെ പ്രതിനിധി എന്ന നിലയിൽ അന്നത്തെ മുഖ്യമന്ത്രി പുഞ്ചയിൽ നിന്നാണോ അതിന് മധ്യസ്ഥനായിട്ടുണ്ട്. പിന്നെ ഒട്ടനവധി RDOമാരും പല കലക്ടർമാരും മധ്യസ്ഥന്മാരായിട്ടുണ്ട്. റബ്കോയിൻ്റെ ചെയർമാനായ ഇ നാരായണൻ, ഇലാഖണ്ഡി മുഹമ്മദ് തുടങ്ങിയവർ മധ്യസ്ഥരായിട്ടുണ്ട്. സംസ്ഥാന മന്ത്രി ആയിരുന്ന പാലോളി മുഹമ്മദ് കുട്ടി ഒരവസരത്തിൽ മധ്യസ്ഥനായിട്ടുണ്ട്. ഇങ്ങനെ ഞാൻ പേര് പറയാത്ത ഒട്ടേറെ ആളുകൾ. ഈ ആളുകളൊക്കെ കരാറിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. മുനിസിപ്പാലിറ്റിൻ്റെ ഉദ്യോഗസ്ഥന്മാരും അതുപോലെ തന്നെ ചെയർമാനും വൈസ് ചെയർമാനൊക്കെ ഒപ്പുവെച്ചിട്ടുണ്ട്. പഞ്ചായത്ത് പ്രതിനിധികൾ ഒപ്പുവെച്ചിട്ടുണ്ട്. സമരസ്ഥാനങ്ങളൊക്കെ ഒപ്പുവെച്ചിട്ടുണ്ട്. ഈ കരാറുകളൊന്നും പാലിക്കാതായ ഒരു സാഹചര്യത്തിലാണ് ഇത്തവണ സമരം തുടങ്ങുമ്പോൾ നമ്മൾ പ്രഖ്യാപിച്ചത് ചർച്ചയില്ല. ചർച്ചയോട് എന്തെങ്കിലും പ്രയാസമുള്ള അരമണിക്കൂർ അവരുടെ മുമ്പിൽ പോയി ചർച്ച ഞങ്ങൾക്ക് വലിയ നഷ്ടമുള്ള കാര്യമൊന്നും. ഞങ്ങൾ തിരുവനന്തപുരത്ത് വരെ പോയിട്ട് ഞങ്ങളുടെ ചെലവിൽ പോയിട്ട് ചർച്ചയിൽ പങ്കെടുത്തിരിക്കും. ഇത് ഇങ്ങനെയൊരു സാഹചര്യത്തിൽ 12 കൊല്ലത്തെ ദുരനുഭവങ്ങളുടെ വെളിച്ചത്തിൽ, അതുപോലെ തന്നെ ഞങ്ങൾ വഞ്ചിക്കപ്പെട്ടതിൻ്റെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ചർച്ചയില്ലാന്ന്. പക്ഷേ ഇവരത് നിരന്തരമായി ക്യാമ്പയിൻ തന്നെ 2 മാസം നിർത്തിക്കൊടുക്കും. എന്തുകൊണ്ട് ചർച്ചയ്ക്ക് വരുന്നില്ല, എന്തുകൊണ്ട് ചർച്ചയ്ക്ക് വരുന്നില്ല? ചർച്ചയ്ക്ക് വരണമെങ്കിൽ ഇവരൊരു കാര്യം ചെയ്യട്ടെ. ഇവരാദ്യം ഈ നേരത്തെ ഉണ്ടാക്കിയ കരാറുകളിലെ മുഖ്യ തീരുമാനം നടപ്പിലാക്കട്ടെ. അതായത് പെട്ടിപ്പാലത്ത് മാലിന്യ പ്ലാന്റ് സ്ഥാപിക്കുകയില്ല എന്ന് പിന്നെ കൗൺസിൽ യോഗം ചേർന്ന് തീരുമാനിച്ച് അതിൻ്റെ മിനിറ്റ്സ് കോപ്പി ആയിട്ട് വരട്ടെ. നമുക്ക് ചർച്ചയെക്കുറിച്ച് ആലോചിക്കാം. എന്തുകൊണ്ടാണ് അവർ ആ ഒരു രീതി സ്വീകരിക്കാത്തത്? കാരണം ഹൈക്കോടതി പറഞ്ഞതാണ്, അവർ തന്നെ നിരവധി തവണ എഴുതി തന്നിട്ടുണ്ട്.